ഹായ്, ദിസ് ഈസ് വിനീഷ. നമ്മുടെ നാട്ടിലും അതുപോലെ തന്നെ വിദേശത്തും നിങ്ങളൊരു സെക്യൂർഡ് ജോബാണ് നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു സെക്യൂർഡ് കരിയറാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷനാണ് ഹോസ്പിറ്റൽ ജോബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ നമുക്കറിയാം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു +2 സയൻസ് എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെഡിക്കൽ കോഴ്സസ് ചെയ്തിട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി നോക്കാവുന്നതാണ്. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾ നോൺ മെഡിക്കലിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻസാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്ത് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുക എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ് എടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുക്കുന്നതിന് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ ജോബ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ് കോഴ്സ് ചെയ്യാനായിട്ട് നോക്കാം. അതിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ മിനിമം ഒരു 6 മന്ത് ഡിപ്ലോമ ചെയ്യാതെ നിങ്ങൾ ഒരു 1 ഇയർ PG ഡിപ്ലോമ കോഴ്സോ അതല്ലെങ്കിൽ നിങ്ങളൊരു MHIയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഡിഗ്രി ഒക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടാനായിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാൻഡറ്ററി അല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പോയ ഒരു സിറ്റുവേഷൻ, അതായത് കോവിഡ് സിറ്റുവേഷനൊക്കെ ശേഷമാണ് ഏറ്റവും കൂടുതൽ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ ഫെമിലിയറായിട്ട് കണ്ടു തുടങ്ങിയത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു മുഖ്യ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഹയറിങ്സ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഡിപ്ലോമ കോഴ്സിനെ ബേസ് ചെയ്തിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഹോസ്പിറ്റലിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ മെഡിക്കൽ ജോബിന് മാൻഡേറ്ററി അല്ല. നമ്മൾ ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു റിസപ്ഷൻ, ബില്ലിംഗ് സെക്ഷനിലൊക്കെ നമുക്ക് കയറി പറ്റാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളൊരു ഡിപ്ലോമ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ ഒരു PG ഡിപ്ലോമ എടുക്കുന്നതിൻ്റെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് എന്താണ് എന്നുള്ളത് ഒരു ബേസിക് നോളജ് കിട്ടും. ഇപ്പോൾ നമുക്കറിയാലോ, ഒരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങളെ ഏൽപ്പിക്കുന്ന ജോബ് എന്താണ്, എന്തിനാണ് ഞാൻ നിങ്ങളെ ഹയർ ചെയ്യുന്നത് എന്നൊരു ഇൻ്റർവ്യൂവർ ചോദിക്കുമ്പോൾ നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഇത്ര ഹെൽത്ത് കെയർ ഓപ്പറേഷൻസ് അറിയാം, അതല്ലെങ്കിൽ ഈ വർക്കിനെ കുറിച്ച് ഞങ്ങൾക്കൊരു ധാരണയുണ്ട് എന്നുള്ളത് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് എന്തായാലും ഹെൽപ്പ് ചെയ്യും. അതല്ലാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജോബ് ഒരിക്കലും നോൺ മെഡിക്കൽ ജോബ്സിന് മാൻഡറ്ററി അല്ല. പക്ഷേ എന്നാൽ അതിൻ്റെതായ ബെനിഫിറ്റും ഉണ്ട്. ഞാനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് UAE-ലാണ്. ഞാനും നാട്ടിൽ ഒരു 2 ഇയേഴ്സൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുബായിൽ അല്ലെങ്കിൽ ദുബായ് പോലുള്ള കൺട്രീസിൽ വന്നിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ജോബ് അന്വേഷിക്കാം. പക്ഷേ ഇവിടെ വിദേശത്തായാലും ഒരിക്കലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ ക്ലിനിക്കുകളിൽ അല്ലെങ്കിൽ ഒരു നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാൻ